ഒന്ന്, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ വളരെ സെൻസിബിളായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു വശം. മറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ ഏതാണ്ട് 45% ന്യൂനപക്ഷങ്ങളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഒരു മതേതര ഘടന നിലനിർത്തുന്നതിൽ, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുള്ള ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് ഉടലെടുക്കുന്നതിൽ ആ ഘടന വലിയ തരത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഹിന്ദു ഫാസിസത്തിൻ്റെ വളർച്ചയിൽ അവർ നേടിയ നേട്ടം എന്ന് പറഞ്ഞപ്പോൾ ഗോവ പോലുള്ളൊരു സംസ്ഥാനം BJP ഭരിക്കുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രവചിക്കാൻ പറ്റില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ പഠിതാവിനും ഒരു സമയത്ത് പ്രവചിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അവർ വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഇതിലൊക്കെ വർക്ക് ചെയ്ത് പോകും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സമുദായമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അത്തരം ന്യൂനപക്ഷത്തിലെ എന്തെങ്കിലും ഒരു ചെറിയ സെക്റ്റിൻ്റെ സഹായം ഇല്ലാണ്ട് ഈ BJPക്ക് ഇവിടെ മുന്നേറുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അവർ അതിൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇന്ത്യയിലെ വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളും ഈ പറയുന്ന തരത്തിൽ ഇത് ഭീകരരാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ഹിന്ദു വംശീയ സംഘടനകളെയാണ്. പക്ഷെ ഒരു ഭീകരത എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ മുസ്ലിമിൻ്റെ ഒരു ചിത്രമാണ് വരുന്നത്. അപ്പം അത് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇസ്ലാം മതത്തെയോ ക്രിസ്തു മതത്തെയോ അതിൻ്റെ ഉള്ളിലെ പിരിവുകളെയോ അതുണ്ടാക്കുന്ന അതിൻ്റെ ഉള്ളിലെ കൾച്ചറൽ ഇൻട്രിക്കസീസിനെയൊന്നും നമ്മളൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അത് വലുതായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ മുസ്ലിം എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പേരുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കണം. കാരണം ആ പ്രശ്നം ആ സമുദായത്തിലെ അംഗങ്ങൾക്ക് മാത്രമായിട്ട് ഇട്ടുകൊടുക്കാമെന്ന് പറയുന്നത്, ആ ഭീതി, അവരെ ബാധിച്ച ഭീതി, അവർ ഓരോ ദിവസവും അനുഭവിക്കുന്ന അനിശ്ചിതത്വം, ഇത് അവരെ വലിയ തരത്തിൽ പൊളിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. വേറൊരു തരത്തിൽ അവരുടേതായ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ഒരർത്ഥത്തിൽ എൻഗേജ് ചെയ്യാൻ ഇന്ത്യയിലെ സെക്യുലർ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് സെക്യുലർ പൊസിഷൻ എടുക്കുമ്പോൾ ആ സെക്യുലർ പൊസിഷൻ മതങ്ങളെ സംബന്ധിച്ച് ഇന്നലെ അത് പറയായിരുന്നു. ഇന്നലെ നമുക്ക് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് അതല്ല സ്ഥിതി. ഈ പറയുന്ന 2014 തൊട്ടുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഓരോ നിമിഷവും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഡെമോക്രാറ്റിക് റൈറ്റ്സിന്, ബേസിക് റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അവരുടെ നേരെ നടക്കുന്നത്. ആ കോസായിട്ട് നമ്മളൊരു ഡയലോഗ് നടത്തണം. ആ കോസ് ആയിട്ട് ഡയലോഗ് നടത്തുമ്പോൾ ഇന്നലത്തെ പോലെ വർഗീയത എന്ന് പറയുന്ന ആശയങ്ങൾ വെച്ചിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു മജോറിറ്റിക്ക് കിട്ടുന്ന റൈറ്റ്സ് എങ്ങനെ മൈനോറിറ്റിക്ക് നിഷേധിക്കപ്പെടുന്നു, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഓരോന്നും റീഡെഫിനേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ റീഡെഫിനേഷൻ ഏറ്റെടുക്കാൻ പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് തയ്യാറായിട്ടില്ല. അവർ സ്റ്റാറ്റസ് കോ നിർത്തിയിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ UDF LDF ആ സംഗതി നിന്ന് കഴിഞ്ഞാൽ BJPക്ക് പ്രവേശനം കിട്ടില്ല എന്ന് പറയുന്ന ക്വസ്റ്റനിലാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതിലെ സംഭവം ചിലപ്പോൾ ഈ എ ബിഡ് ഫോർ ബംഗാൾ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഒറ്റ ഇലക്ഷനിലാണ് ബംഗാളിൽ BJP വലിയ പ്രസൻസ് അറിയിച്ചത്. ഒറ്റ ഇലക്ഷനിൽ നിരവധി സീറ്റുകൾ നേടിയിട്ടൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് വരികയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ RSS വളരെ പ്രബലമായിട്ട് വർക്ക് ചെയ്തിരുന്നു. RSS വളരെ പ്രബലമായിട്ട് പ്രവർത്തിക്കുമ്പോഴും അതിനൊരു രാഷ്ട്രീയ മാനം കൊടുക്കാൻ അവർ അവസാന ഘട്ടത്തിൽ തീരുമാനിക്കുന്നുള്ളൂ. അതുവരെ അവർ വേറെ തരത്തിൽ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്ന് സവർക്കർ പറഞ്ഞാൽ, ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ദെൻ മിലിറ്ററൈസ് ഹിന്ദുഡം. നിങ്ങൾ ആദ്യം പൊളിറ്റിക്സ് ഹിന്ദുവൈസ് ചെയ്യുക. പൊളിറ്റിക്സ് ഹിന്ദുവൈസ് ചെയ്താൽ അതിൽ വരുന്ന ആൾക്കാരെ മുഴുവൻ സ്ട്രോങ് ആക്കുക, അതിൽ മുഴുവൻ ആൾക്കാരെയും മിലിറ്ററൈസ് ചെയ്യുക. മിലിറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ സമയം സൈന്യത്തിൻ്റെ സ്വഭാവം ആവാഹിക്കും, പൊളിറ്റിക്കലായിട്ടുള്ള അണികളുടെ സ്വഭാവം ഏറ്റെടുക്കും. അതായത് ആൾക്കൂട്ട കൊലപാതകവും നടത്താം, സ്റ്റേറ്റിനും കൊലപാതകം നടത്താം ഘടനാപരമായിട്ടില്ല. അതാണ് ഫാസിസത്തിൻ്റെ ഒരു സ്കൂളിംഗ് എന്ന് പറയുന്നത്.